സോളാർ കമ്മീഷൻ മുൻപാകെ സരിതയുടെ വിസ്താരം ഇന്നും തുടരും. മുഖ്യമന്ത്രിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും കോഴ വാങ്ങിയെന്നും സോളാർ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ 2 ദിവസമായി സരിത നടത്തിയത്. ഇതിനെല്ലാം കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അത് കമ്മീഷനിൽ ഹാജരാക്കുമെന്നും സരിത പറഞ്ഞിരുന്നു. തുടർച്ചയായി 3-ാം ദിവസവും മൊഴി നൽകാനെത്തുന്ന സരിത ഇന്നും നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് സൂചന. കമ്മീഷൻ വിസ്താരത്തിന് ശേഷം കക്ഷികളും ബിജു രാധാകൃഷ്ണനും സരിതയെ വിസ്തരിക്കും. നേതൃമാറ്റ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കാൻ എ ഗ്രൂപ്പിൽ ധാരണ. രാത്രി വൈകി ക്ലിഫ് ഹൗസിൽ ചേർന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് ധാരണയായത്. അപ്പീലിന്മേലുള്ള ഹൈക്കോടതി വിധി നിർണായകമാകും. മുഖ്യമന്ത്രിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും സ്വകാര്യ ഹർജികളിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാടിലാണ് എ ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. പാർട്ടിക്കകത്തെ പടയൊരുക്കങ്ങളെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയാൽ മറികടക്കാമെന്ന പ്രതീക്ഷയും എ ഗ്രൂപ്പിനുണ്ട്. എന്നാൽ നിലവിലെ സോളാർ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കേണ്ട എന്ന കടുത്ത നിലപാടാണ് ഐ ഗ്രൂപ്പ് കൈക്കൊള്ളുന്നത്. കോടതി സ്റ്റേ നൽകിയില്ലെങ്കിൽ നേതൃമാറ്റം ആവശ്യപ്പെടാനുള്ള അണിയറ നീക്കങ്ങളും ഐ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യങ്ങളെപ്പറ്റി വിശദമായ റിപ്പോർട്ട് KPCC അധ്യക്ഷൻ VM സുധീരൻ AICCക്ക് നൽകും. സ്റ്റേ ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ആര്യാടന്റെയും സ്വകാര്യ അപ്പീലിന്മേൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ലീഗിന്റെ ഉന്നതാധികാര സമിതി ചേരുന്നതിനാൽ അടിയന്തരമായി ചേരാനിരുന്ന UDF യോഗവും ഇന്ന് നടക്കാനിടയില്ല. MR സജേഷ്, തിരുവനന്തപുരം. തലസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി വീശി. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിക്ക് കോൺഗ്രസ് പ്രവർത്തകർ വരവേൽപ്പ് നൽകി. തുടർന്ന് ക്ലിഫ് ഹൗസിലെത്തിയ മുഖ്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KP മോഹനൻ, ബെന്നി ബെഹനാൻ, K ശിവദാസൻ നായർ എന്നിവരുമായി ചർച്ച നടത്തി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാനായി നടത്തുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രകാരം SFIയുടെ നേതൃത്വത്തിൽ പരിപാടി നടക്കുന്ന ലീല ഹോട്ടലിന് മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചു. രാവിലെ 9 മണിക്ക് ഉമ്മൻചാണ്ടിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് SFI പ്രവർത്തകർ തലസ്ഥാനത്തെത്തി. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ പ്രതിനിധികളും തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഏതു വിധേനയും പരിപാടി തടയുമെന്ന് SFI പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാവും പരിപാടികൾ നടക്കുക. ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡിന്റെ പിന്തുണ. കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഉമ്മൻചാണ്ടിയിൽ നിന്നും VM സുധീരനിൽ നിന്നും ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടിയതായി AICC വക്താവ് രൺദീപ് സിംഗ് സുർജേവാല സ്ഥിരീകരിച്ചു. കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് സോണിയാഗാന്ധി വിലയിരുത്തിയത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്ക്, മുതിർന്ന നേതാവ് AK ആന്റണി തുടങ്ങിയവരുമായി സോണിയാഗാന്ധി തിരക്കിട്ട ചർച്ചകൾ നടത്തി. വിവാദത്തിന്റെ വിശദാംശങ്ങൾ തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉമ്മൻചാണ്ടി കോഴ വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർത്തുവെന്ന് നേതാക്കൾ അറിയിച്ചു. നേതൃമാറ്റം നടത്തി പ്രശ്നം പരിഹരിക്കുന്നതും ചർച്ചയിൽ വിഷയമായി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന ആശങ്ക ഉയർന്നുവന്നു. ഇതിനിടയിൽ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് നേതൃത്വവുമായി ഇടപെട്ടു. നിയമപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ചാണ്ടി ഉറപ്പ് നൽകി. ഇതിൽ ഹൈക്കമാൻഡ് നേതൃത്വം പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയില്ലെങ്കിലും തൽക്കാലം രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇക്കാര്യം AICC വക്താവ് പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു. അതോടൊപ്പം സംഭവവികാസങ്ങളെക്കുറിച്ച് ചാണ്ടിയിൽ നിന്നും സുധീരനിൽ നിന്നും റിപ്പോർട്ട് തേടിയ കാര്യവും വക്താവ് രൺദീപ് സിംഗ് സുർജേവാല സ്ഥിരീകരിച്ചു. Prima facie, Congress party is of the opinion that there is no need for Shri Oman Chandi to resign now. A detailed report will also be submitted to the Congress party leadership in this regard. മുഗൾ വാസ്നിക്കിനോട് ഉടൻ തന്നെ കേരളത്തിലേക്ക് പോകാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സരിതയുടെ വെളിപ്പെടുത്തലും കോടതി നടപടികളും പാർട്ടിയുടെ പ്രതിച്ഛായയെ മോശമാക്കിയെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരക്കിട്ട നടപടികൾ ഉണ്ടാകില്ല. കോടതിയുടെ തുടർ നടപടികൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. AICC ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നും ക്യാമറാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരായ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. കൊച്ചിയിൽ ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. സ്വകാര്യ ഹർജിയാണ് ഫയൽ ചെയ്യുക. ഈ വിധി വന്ന സമയത്ത് ഞാൻ മലപ്പുറത്തായിരുന്നു. നേരത്തെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തിരുവനന്തപുരത്തിന് പോകാനായിട്ട് വന്നതാണ്. അപ്പം അഡ്വക്കേറ്റ്സുമായിട്ടൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 1 മണിക്കൂർ നേരത്തെ വന്നത്. അന്ന് അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പൊതുവായ ഒരു ഇതുണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാകും. സ്വകാര്യ അപ്പീലായിരിക്കും നൽകുന്നത്.
KPCC പ്രസിഡന്റ് VM സുധീരനെയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സുധീരനും ആന്റണിക്കും നേരെ അജയ് തറയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആദർശധീരന്മാർ കാശിക്ക് പോയോ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അജയ് തറയിൽ ചോദിക്കുന്നത്. സോളാറിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ LDF യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുന്നത് സംബന്ധിച്ചാണ് യോഗം ചർച്ച ചെയ്യുക. നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗത്തിൽ ചർച്ചയാവും. ഉച്ചയ്ക്ക് 2-ന് AKG സെന്ററിലാണ് യോഗം. RSPയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കോവൂർ കുഞ്ഞുമോൻ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. പാലക്കാടിനെ തൊട്ടറിഞ്ഞ നവകേരള മാർച്ച്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പാലക്കാട് ജില്ലയിൽ ഇന്ന് പര്യടനം പൂർത്തിയാക്കും. ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ മണ്ഡലത്തിന്റെ ഭാഗമായ വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. നവകേരള മാർച്ച് നാളെ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. ചിറ്റൂരാണ് ആദ്യ സ്വീകരണ കേന്ദ്രം. തുടർന്ന് നെന്മാറ, ആലത്തൂർ, തരൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇതോടെ പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. നാളെ നവകേരള മാർച്ച് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ പാലക്കാട് ജില്ലയിൽ 2ാം ദിന പര്യടനം പൂർത്തിയാക്കിയത്. പാലക്കാടൻ ചൂടിനെ വെല്ലുന്ന ആവേശമാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ വിജിലൻസ് കോടതി ഉത്തരവ് CPM പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം പ്രകടമാക്കി. തട്ടുമുട്ട് ന്യായങ്ങൾക്കൊന്നും അവസരമില്ല, ഒരു തരത്തിലുള്ള കുതന്ത്രങ്ങൾക്കും അവസരമില്ല. നേരെ തന്റെ ഒരു കടലാസ് എടുക്കുക, നല്ലൊരു കടലാസ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലുണ്ടാവും, അതിൽ സ്വന്തം കൈപ്പടയിൽ എഴുതുക, ഈ സാഹചര്യത്തിൽ രാജിവെച്ചിരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന ഉച്ചവെയിലിനെ അവഗണിച്ച് 10,000ങ്ങളാണ് പ്രിയ നേതാവിനെ വരവേൽക്കാൻ മണ്ണാർക്കാടെത്തിയത്. തുടർന്ന് കോങ്ങാടും മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായ BPL കൂട്ടുപാതയിലുമായിരുന്നു സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ജാഥാനായകൻ എത്തും മുമ്പ് തന്നെ പ്രദേശം ജനനിബിഡം. കുതിരവണ്ടിയും പൂക്കാവടിയും വാദ്യമേളങ്ങളും ഒക്കെയായി വീരോചിതമായ വരവേൽപ്പാണ് പിണറായിക്കായി മലമ്പുഴ കാത്തുവച്ചത്. സമാപന സമ്മേളനത്തിന് വേദിയായ പാലക്കാട് കോട്ടമൈതാനം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ജനമുന്നേറ്റത്തിനായിരുന്നു. കരിമ്പനയുടെ നാട്ടിൽ CPIM-നുള്ള ബഹുജനാടിത്തറ വ്യക്തമാക്കി ഒഴുകിയെത്തിയ ജനസഞ്ചയം. ക്യാമറമാൻ ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. നവകേരള മാർച്ചിന്റെ ഭാഗമായി മണ്ണാർക്കാട് എത്തിയ പിണറായി വിജയനുമായി അട്ടപ്പാടിയിൽ നിന്നെത്തിയ ഊരുമൂപ്പന്മാർ കൂടിക്കാഴ്ച നടത്തി. ഒറ്റപ്പാലത്ത് നടന്ന ചർച്ചയിൽ കലാ സാംസ്കാരിക പ്രവർത്തകരും ആയുർവേദ വിദഗ്ധരും പങ്കെടുത്തു. അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഊരുമൂപ്പന്മാർ പിണറായിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഭൂമി, കുടിവെള്ളം, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്നിവ ഇവർ വിവരിച്ചു. വിവിധ ആവശ്യങ്ങളടങ്ങുന്ന നിവേദനവും ഇവർ പിണറായിക്ക് കൈമാറി. മൂലക്കൊമ്പ് കോളനിയിലെ രംഗൻ മൂപ്പൻ പരമ്പരാഗത സംഗീതോപകരണമായ കുഴൽ വായിച്ചു. കലാ സാംസ്കാരിക രംഗത്തെയും ആയുർവേദ മേഖലയിലെയും നിരവധി പേരാണ് ഒറ്റപ്പാലത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. കൂടിയാട്ട രംഗത്തെ അധികായൻ പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന വിവരിച്ചു.
പാരമ്പര്യ വൈദ്യരംഗത്തെ പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ളവർ പിണറായിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ, ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്നിവരും കൂടിക്കാഴ്ചയ്ക്കെത്തിയിരുന്നു. ഡിസ്കഷൻ വെച്ചതന്നെ വലിയ കാര്യം. കാരണം എല്ലാ വാക്സ് ഓഫ് ലൈഫ്, ഇവിടെ ഇപ്പം കലാ, സാംസ്കാരികം, അതുപോലെ ആയുർവേദം, ഇങ്ങനെയുള്ള ഫീൽഡിലുള്ള ആവശ്യങ്ങളും ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ നവകേരള മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് സഖാവ് പിണറായി വിജയൻ അവர்களോട് ആളുകൾ സംസാരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയോട് പറയുന്ന ആത്മാർത്ഥതയും പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ്. അതുതന്നെയാണ് ഈ ചർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യവും. മണ്ണൂർ രാജകുമാരനുണ്ണി, ചിത്രകാരി ശ്രീജ പള്ളം, വ്യവസായ രംഗത്തുള്ളവർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഓരോരുത്തരും നൽകിയ നിർദ്ദേശങ്ങൾ പാർട്ടി ഗൗരവമായി പരിഗണിക്കുമെന്ന് പിണറായി ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വെള്ളാപ്പള്ളി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബാധ്യത തീർക്കാൻ SNDPയുടെയോ SN ട്രസ്റ്റിന്റെയോ സ്വത്തുവകകൾ ജപ്തി ചെയ്യാനുള്ള നടപടികൾ ശ്രീനാരായണീയർ അനുവദിക്കില്ലെന്ന് SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ മുൻപ് കുമ്മനം രാജശേഖരനടക്കം 3 പേർ കേന്ദ്രമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ പ്രതിഫലനമാണ് BJDS പാർട്ടിയെന്നും ഇതിന്റെ സ്ഥാനാർത്ഥിയായി വെള്ളാപ്പള്ളിയോ തുഷാറോ മത്സരിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നും വിദ്യാസാഗർ പറഞ്ഞു. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിന്റെ പേരിൽ SNDPയുടെയോ SN ട്രസ്റ്റിന്റെയോ വസ്തുവകകൾ ബാധ്യതപ്പെടുത്താൻ വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണീയർ അനുവദിക്കില്ലെന്ന് മുൻ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ വ്യക്തമാക്കി. 2003 യോഗം കൗൺസിലിന്റെ മൈക്രോ ക്രെഡിറ്റ് കോർപ്പറേഷൻ രൂപീകരിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചാണ് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് SNDP നേതൃത്വം നടത്തിയതെന്നും വിദ്യാസാഗർ ആരോപിച്ചു. ഈ ബാധ്യത വരുത്തിയതിന്റെ ഉത്തരവാദിത്വം അത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മാത്രമാണ്. അന്ന് SNDP യോഗം എടുത്ത തീരുമാനപ്രകാരം ഇത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കും പോവില്ല. SNDP യോഗത്തിൻ്റെ ഏതെങ്കിലും സ്വത്തുക്കൾ ജപ്തി ചെയ്യപ്പെടാനിടയായാൽ അത് SNDP യോഗാംഗങ്ങൾ പൊറുക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ അതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും എന്നീ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക. സ്വാമി പ്രകാശാനന്ദ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം നടത്തിയ ഘട്ടത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കുമ്മനം രാജശേഖരനടക്കം 3 പേർ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി LK അദ്വാനിക്ക് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് LK അദ്വാനിയെ ഡൽഹിയിൽ പോയി കണ്ട് പരാതിയും നൽകിയിരുന്നു. ഇതിന്റെ പരിണിതഫലമാണ് BJPയുമായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ കൂട്ടുചേരലെന്നും വിദ്യാസാഗർ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫലമാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഈ രാഷ്ട്രീയ നിലപാട് മാറ്റം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏത് വിധത്തിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും വ്യാഖ്യാനിക്കാം, അങ്ങനെയും ആകാം. BDJSന്റെ പേരിൽ വെള്ളാപ്പള്ളിയോ തുഷാറോ എവിടെ മത്സരിച്ചാലും താൻ എതിർ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. BDJSന്റെ സ്ഥാനാർത്ഥികളായിട്ട് വെള്ളാപ്പള്ളി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിയോ മത്സരിക്കുന്ന ഏത് മണ്ഡലമാണെങ്കിലും ആ മണ്ഡലത്തിൽ അവർക്കെതിരെ മത്സരിക്കാനായിട്ട് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദേശീയ സ്കൂൾ മീറ്റിൽ ആദ്യ ദിനം കേരളത്തിന് സ്വർണ്ണ തുടക്കം. ആൺകുട്ടികളുടെ 5000 മീറ്ററിൽ കേരളത്തിന്റെ ബിബിൻ ജോർജ് സ്വർണം നേടി. വിവരങ്ങളുമായി മനു M. നായർ ചേരുന്നു കോഴിക്കോട് നിന്നും. മനു, ആദ്യ ദിനം തന്നെ കേരളത്തിന് സ്വർണ്ണ തുടക്കം, ഒപ്പം വെള്ളിയും കേരളത്തിന് ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഹണി, കേരളത്തിന് മികച്ചൊരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. മീറ്റിന്റെ ഫലം പറഞ്ഞ ആദ്യ ഇനത്തിൽ തന്നെ കേരളത്തിന് സ്വർണ്ണത്തോടെയും വെള്ളിയോടെയും തുടങ്ങാനായിരിക്കുന്നു. 5000 മീറ്ററിൽ കേരളത്തിന്റെ ബിബിൻ ജോർജും ഷെറിൻ ജോസുമാണ് സ്വർണവും വെള്ളിയും നേടിയത്. മാർബേസിലെ ബിബിൻ ജോർജും ഒപ്പം തന്നെ ഇരട്ടയാറിലെ ഷെറിൻ ജോസുമാണ് സ്വർണവും വെള്ളിയായി കേരളത്തിന് മികച്ച തുടക്കം നൽകിയിരിക്കുന്നത്. ഇപ്പൊ ജൂനിയർ പെൺകുട്ടികളുടെ 5000 മീറ്റർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനും കേരളം സ്വർണ്ണ പ്രതീക്ഷ വയ്ക്കുന്നു. മൊത്തത്തിൽ ഇന്ന് 7 ഫൈനലുകളാണ് നടക്കുന്നത്. അതിൽ തന്നെ കേരളം ഇന്നൊരു 5 മെഡലുകളെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. മികച്ചൊരു തുടക്കമാണ് കേരളത്തിന് എന്തായാലും ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ആദ്യ ഇനത്തിൽ തന്നെ ആദ്യ മീറ്റിലെ, അതായത് 61ാമത് നാഷണൽ മീറ്റിലെ ആദ്യ സ്വർണവും ആദ്യ വെള്ളിയും അക്കൗണ്ടിലാക്കിയാണ് കേരളം കുതിപ്പ് തുടങ്ങിയിരിക്കുന്നത്. ആ തുടർച്ചയായി 19ാം കിരീടം നിലനിർത്താൻ ഒരുങ്ങുന്ന കേരളത്തിന് വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി കഴിയും. അല്പസമയത്തിനകം തന്നെ മറ്റു മത്സരങ്ങൾ കൂടി ആരംഭിക്കും. ഇന്ന് നടക്കുന്ന 7 ഫൈനലിലടക്കം 5 ഇനങ്ങളിൽ കേരളം സ്വർണം പ്രതീക്ഷിക്കുന്നു. 106 അംഗ ടീമിനെയാണ് കേരളം ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ തവണത്തെ റാഞ്ചിയിൽ നേടിയ തുടർച്ചയായ 18ാം കിരീടം ഇവിടെ തുടർച്ചയായ 19ാം കിരീടമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യം കേരളത്തിന് അതിലേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിലെ ഈ ഒരു ആത്മവിശ്വാസം അത് ഏതായാലും കേരളത്തിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് ഇവിടെയുള്ള കായിക വിദഗ്ധരടക്കം
പറയുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റു മത്സരങ്ങൾ കൂടി ആരംഭിക്കും. ഹണി, മനു, 7 ഫൈനലുകൾ ഇന്ന് നടക്കാനുണ്ടെന്ന് മനു പറഞ്ഞു. ഇത് ഏതൊക്കെ ഇനങ്ങളിലാണ് ഇന്ന് ഫൈനലുകൾ നടക്കുന്നത്? തീർച്ചയായിട്ടും ആണ്. ഇപ്പോൾ 5000 മീറ്റർ സീനിയർ ജൂനിയർ ആ തലങ്ങളിലെ മത്സരങ്ങൾ, പിന്നെ 3000 മീറ്റർ ആണ്. 3000 മീറ്റർ സീനിയർ ജൂനിയർ തലങ്ങളിലെ മത്സരങ്ങൾ അടക്കമാണ് ഇന്ന് 7 ഫൈനലുകൾ നടക്കാനുള്ളത്. ഇപ്പോൾ ഇതാ 5000 മീറ്റർ സീനിയർ ഗേൾസിന്റെ മത്സരങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിലും കേരളം സ്വർണ്ണ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും 3000 മീറ്റർ അടക്കമുള്ള മത്സരങ്ങൾ നടക്കുക. അങ്ങനെ മൊത്തം 7 ഫൈനലുകളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഇറങ്ങിയിരിക്കുന്നത്. ആദ്യ സ്വർണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർബേസിലിന്റെയും ഒപ്പം ഇരട്ടയാറിന്റെയും കാര്യത്തിലാണ് കേരളം ആദ്യ വെള്ളിയും നേടിയിരിക്കുന്നത്. മീറ്റിലെ ആദ്യ സ്വർണം തന്നെ നേടാൻ കഴിഞ്ഞതിൽ വളരെ ഒരു വലിയ ആത്മവിശ്വാസം കേരള ടീമിനുണ്ടായിട്ടുണ്ടെന്ന ഒരു ക്യാമ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫാണി, ദേശീയ സ്കൂൾ മീറ്റിൽ ആദ്യ ദിനം കേരളത്തിന് സ്വർണ്ണ തുടക്കം. ആൺകുട്ടികളുടെ 5000 മീറ്ററിൽ കേരളത്തിന്റെ ബിബിൻ ജോർജ് സ്വർണം നേടി. ഇതേ ഇനത്തിൽ കേരളത്തിന്റെ തന്നെ ഷെറിൻ ജോസഫ് വെള്ളിയും നേടി. വിവരങ്ങളാണ് മനു എം നായർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ആകാശം വാണിയും കൂട്ടുകാരും ഫെബ്രുവരി 12-ന് തിയേറ്ററുകളിലെത്തും. വിജയബാബു നായകനാകുന്ന ആകാശവാണിയിൽ കാവ്യ മാധവനാണ് നായിക. വരുന്നു. കുസൃതികളും കുന്നായ്മകളുമായി ആകാശം വാണിയും എത്തുന്നു. ഫെബ്രുവരി 12-ന് ആകാശവാണി തിയേറ്ററുകളിലെത്തും. വിജയ് ബാബു നായകനാകുന്ന ആകാശവാണിയിൽ കാവ്യമാധവനാണ് നായിക. ഗായ്സ് മില്ലൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രമുഖ ചാനലിന്റെ പ്രോഗ്രാം വിഭാഗം മേധാവിയായാണ് കാവ്യ എത്തുന്നത്. ലാലു അലക്സ്, സൈജു കുറുപ്പ്, ശ്രീജിത്ത് രവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രത്തിൽ അതിഥിയായും എത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ആർട്ട് കഫേ.